അന്നത്തെ വീഡിയോയിൽ എന്നോട് ഏത് ക്രീമാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചില്ലേ. അന്ന് യൂസ് ചെയ്ത ക്രീമും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമും ഇത് തന്നെയാണ് കേട്ടോ, ഫെയർ ലവ്ലി. അല്ലാതെ വലിയ വലിയ ബ്രാൻഡ് ക്രീമൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അന്ന് മുതലേ നമ്മുടെ ഒരുപാട് പാരമ്പര്യം നമുക്ക് പറയാൻ പറ്റുന്ന ക്രീമാണല്ലോ ഫെയർ ലവ്ലി. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫെയർ ലവ്ലിയാണ്. പിന്നെ ഞാനിതിനിടയ്ക്ക് യൂസ് ചെയ്തത് വേറെ ക്രീം എന്ന് വെച്ചാൽ ഇതാ സംഭവം. ഇത് വന്നിട്ട് ഫെയർ ലവ്ലിയുടെ ബ്രാൻഡാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇതിൻ്റെ പേര് ഗ്ലോ ആൻഡ് ലവ്ലി എന്നാണ്. ഗ്ലോ ആൻഡ് ലവ്ലി വിറ്റാ ഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഫെയർ ലവ്ലി ബ്രാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് 7 ഡേ റിസൾട്ടാണ്. ഇതും ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ഇത് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് തോന്നി ഇത് 2 ക്രീം. പിന്നെ ചിലർക്ക് യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് കുരുക്കൾ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അതവർ കുറേ നാൾ ഇപ്പോൾ അത് ആ സമയത്ത് നിർത്തി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ യൂസ് ചെയ്തപ്പോൾ അവർക്ക് അങ്ങനെ പ്രോബ്ലം തോന്നിയില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി വെച്ചു, എനിക്കറിയില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതാണ്. പിന്നെ ഫെയർ ലവ്ലിയുടെ തന്നെ ഫേസ് വാഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അറിയുമെന്നറിയില്ല. ഇൻസ്റ്റാഗ്ലോ എന്ന് തന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഫെയർ ലവ്ലി ഫേസ് വാഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ 155 റിയാല രൂപയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് മേടിക്കുന്നത് ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് മേടിച്ചത്. അങ്ങനെ ഞാൻ ഈ ക്രീമും ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സോപ്പ് ഫേസ് വാഷ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് കുഞ്ഞ് കുരുക്കൾ വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ഗ്ലോയിങ് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്.